ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പോയത് കടമ്പൂപ്പാറയിലാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ശാസ്താംപാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ശാസ്താംപാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 17 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു പാറയാണ്, അടിപൊളി സ്ഥലമാണ്. നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല. ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശാസ്താംപാറയിലേക്ക് നമുക്ക് പോവാം. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. രണ്ട് സൈഡും കൃഷികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയിലുള്ളത്. അതായത് മെയിൻ ജംഗ്ഷൻ വിളപ്പശാല കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പാറയിലേക്ക് എത്താൻ കഴിയും. ഏകദേശം നമ്മൾ ശാസ്താംപാറയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇപ്പോൾ വലിയ പാറക്കൂട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നല്ല കയറ്റമുള്ള റോഡാണ്. പക്ഷേ റോഡ് മനോഹരമാണ്, വേറെ കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. കയറ്റമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങറ്റം വരെയും നല്ല റോഡാണ്, നല്ല സജ്ജീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വിളപ്പശാല ടൂറിസം സെൻ്ററാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു വലിയൊരു പാറയാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റാണ്. ഒരു മുതിർന്ന ആൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 10 രൂപ. സമയക്രമീകരണമൊക്കെ പറയാം. നമ്മൾ വന്നത് ഇതുവഴി വന്ന് നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു കടയുണ്ട്. ഇതിങ്ങോട്ടൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 10,000 രൂപയാണ് ഇപ്പോഴേന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പണ്ട് ഇതുപോലെ ടിക്കറ്റ് ഉള്ള സ്ഥലമല്ലായിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് ആക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ശാസ്താംപാറയിലേക്കുള്ള എൻട്രൻസ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് നിരക്കുകളൊക്കെ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. അഡൽട്ട് 20 രൂപ, ചിൽഡ്രൻ 10 രൂപ, ക്യാമറ 250 രൂപ. അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റ് നിരക്കൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കയറി ചെല്ലുമ്പോൾ ഇതുപോലുള്ള പടിക്കെട്ടുകളാണ്. പടിക്കെട്ടുകൾ കയറിയതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം കേട്ടോ. രണ്ട് സൈഡിലും നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നടന്ന് മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച എന്താണെന്ന് നോക്കാം. ആ പടിക്കെട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ പാറയിൽ പടിക്കെട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ട്, പാറ നനഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ പായൽ ഇല്ല. മഴയും വെയിലും മാറി മാറി വരണോണ്ട് ചർക്കൽ വലുതായിട്ടൊന്നുമില്ല. എന്നാലും സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പാറയിലാണ് പടിക്കെട്ട് വച്ചിട്ടുള്ളത്. അതിന് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയി ഈ സൈഡ് മുഴുവൻ ഈ പാറയുടെ ഭാഗം തന്നെ. വലിയ പാറ. അത് കുറച്ചുകൂടെ ഇങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഒരു കൈവരിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ പടിക്കെട്ട്. പാറയുടെ എങ്ങനെയാണല്ലേ? പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് ചായ ടീ ഒന്നല്ലേ ചായ കോഫി ഇംഗ്ലീഷിലെ മലയാളം നോക്കി. താഴെ ഒരു കടയുണ്ട്. ഇങ്ങ് മുകളിൽ വരുമ്പോഴും ഐസ്ക്രീം, ഷാർജ, ചായ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട്. ഈ സൈഡിലും പാറ. നടുക്കൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. നമുക്ക് ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോവാം അല്ലേ? ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് പോവാം അല്ലേ മുന്നേ? അങ്ങോട്ട് പിന്നീട് നോക്കാമേ. അത് കയറാൻ കുറച്ച് പാടുണ്ട്. ഓ, പാറ കണ്ട് കൊച്ചു കണ്ട്. മുന്നേ കണ്ട പാറ കൊള്ളാമോ? നല്ല പാറയല്ലേ? കൊച്ചു ഞാൻ കണ്ട്. അടിപൊളി. നല്ലൊരു വൈഡായിട്ടുള്ള വ്യൂ കാണാം. ഇപ്പോൾ രാവിലെ മഴയും കൂടെ പെയ്തുകൊണ്ട് ആ ഒരു സ്കൈയും കാര്യങ്ങളൊക്കെ മൂടി നിൽക്കുകയാണ്. കൊള്ളാം. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റും. വലിയൊരു പാറയാണ്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നാലും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. നമ്മൾ നേരത്തെ പോയ കടമ്പൂപ്പാറ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഈ സൈഡല്ല,
കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ അങ്ങ് താഴോട്ട് നമ്മൾ പോവും. അവിടെ ഒരു ഇത് പാർക്കാണ്, കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ്. ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് അതിൽ, കറങ്ങാനും ഊഞ്ഞാലും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അതുവഴി വന്നിട്ട് നമുക്ക് ഇതുപോലൊരു വഴിയുണ്ട്, ഇങ്ങനെ താഴെ ഇറങ്ങാൻ പറ്റും. വലിയൊരു പാറയാണ്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ കുറേ വ്യൂ പോയിന്റുകളും അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് കൈവരികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് പാർക്കിലോട്ട് പോയി നോക്കാം. ഇവിടെ പാറയുടെ മുകളിൽ ഒരു പാറക്കുളവും ഉണ്ട്. വലിയൊരു പാറക്കുളം, ചെറുതല്ല, വലിയൊരു പാറക്കുളം ഉണ്ട്. അവിടെ വെള്ളമുണ്ട്, വലിയൊരു കുളമാണ്. ഇതിനകത്താണ് പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്ക്. നമ്മൾ വന്നത് ഇതുവഴിയാണ്, പടിക്കെട്ടിറങ്ങി ഇതുവഴി വന്നു. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് എൻട്രൻസ്. ഈ പാറയുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ശാസ്താം പാറയ്ക്ക് ഉള്ളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കളിസ്ഥലങ്ങൾ. കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നനഞ്ഞ് കിടക്കുകയാണ്. ഒത്തിരിക്കണം അവിടെ. ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ പറ്റും. അവിടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ, വേലികളെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഇത്രയും വലിയ പാറയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പുകളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കൈവരികളുണ്ട്, അതുപോലെ തന്നെ പടിക്കെട്ടുകളുണ്ട്. പിന്നെ എൻഡ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എന്താണ് ഇതുപോലെ കൈവരികൾ വച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് നല്ല സൂര്യാസ്തമയം കാണാൻ പറ്റും. ഒരു വലിയൊരു വൈഡായിട്ട് നമുക്ക് ആ സൈഡിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈഡായിട്ടുള്ള ഒരു നല്ല വ്യൂ കിട്ടും. അല്ല, 360 തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റായി കിട്ടും. എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റുന്ന 360 വ്യൂ ഇതിൻ്റെ മുകളിൽ കിട്ടും. പിന്നെ പാറ ആയതുകൊണ്ട്, ചർക്കലായതുകൊണ്ട് മാത്രമാണ് ആ സൈഡിലോട്ടൊന്ന് കയറാത്തത്. പിന്നെ അതുപോലെ തന്നെ സൂര്യാസ്തമനവും ഇവിടെ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം 360 വ്യൂ കിട്ടും. ഫുള്ളായിട്ട് കറങ്ങി കാണാൻ പറ്റും. പിന്നെ മുകളിൽ ഇവിടെ ഒരു കാവ് പോലെ ഒരു വിളക്ക് വയ്ക്കുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോഴും അവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. അത് കുറച്ചുകൂടെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതിവിടെ വിളക്ക് വയ്ക്കുന്ന ചെറിയൊരു കാവ് പോലത്തെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ ഉള്ള സംഭവമാണ്. തമ്പുരാൻ ക്ഷേത്രം എന്നാണ് പറയാൻ. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാ. ഇനി അടുത്ത് അപ്പുറത്തൊരു പാറയുണ്ട്. നേരത്തെ പറഞ്ഞ സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് പാറയിൽ വച്ച് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡും ഈ ആഴമുള്ള ഭാഗത്തേക്ക് ഇവിടെ ഇല്ല കേട്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു വളരെ നല്ല പരന്ന് കിടക്കണ കൊള്ളാം. വലിയ പാറയല്ലേ? മുന്നേ എങ്ങനെ ഉണ്ടോ മക്കളെ? മുന്നേ എങ്ങനെയുണ്ട് പാറ? സൂപ്പർ.
സൂപ്പർ. അപ്പോൾ സമയം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 മുതൽ കണ്ട് കണ്ട് 7:30 മുതൽ വൈകുന്നേരം രാത്രി 7:30 വരെയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ലൊരു 360 വ്യൂ കിട്ടും. പക്ഷേ കയറുന്നത് കല്ലിൽ കൂടെ നന്നായിട്ട് പിടിച്ച് തന്നെ കയറണം, അല്ലെങ്കിൽ സ്റ്റെപ്പില്ല. പാറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെയൊക്കെ വെള്ളം കിടപ്പുണ്ട്. എന്താ ഇപ്പം ഇങ്ങനെ വെള്ളം കിടക്കുന്നത് കൊണ്ട് ഇവിടുന്ന് സ്റ്റെപ്പില്ല. അപ്പോൾ അതുകൊണ്ട് പിടിച്ച് കയറണം. നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ്. മുകളിലോട്ട് പോയാലും അപ്പുറത്ത് നമ്മൾ താഴെ നിന്ന് കാണുന്ന അമ്പലം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത ഒരു സ്ഥലത്തേക്ക്. യാത്രകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്ഥലത്തിലെ വിശേഷ കാഴ്ചകളുമായിട്ട് എത്താം. അതുവരേക്കും ബൈ.